ഐ യൂസ് ടു ബി എ ഹാർഡ് കോർ പീപ്പിൾ പ്ലീസർ. എനിക്ക് ആൾക്കാരോട് നോ പറയാൻ അറിയില്ല. ഇപ്പം എനിക്കിഷ്ടമില്ല, എനിക്ക് ചെയ്യാനേ താല്പര്യമില്ല, ബട്ട് സ്റ്റിൽ ഐ വുഡ് ഡു ദിയർ വർക്ക്. ആരെങ്കിലും എന്നോടൊരു ഹെൽപ്പ് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കത് നോ എന്ന് പറയാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഇല്ല. ഇഫ് ഐ സേ നോ ഐ വിൽ ഫീൽ ഗിൽറ്റി ഫോർ എ ലോങ് ടൈം. പിന്നെ ആ ഒരു ഗിൽറ്റിൽ തന്നെ ആ ദിവസം മൊത്തം പൊംശി അങ്ങനെ നോ പറയാൻ പാടില്ലായിരുന്നു, എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ആൻഡ് ദെൻ ഐ വിൽ ഗോ ആൻഡ് ഹെൽപ്പ് ദം. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർ മിക്ക ആൾക്കാർക്കും ഇതറിയായിരുന്നു. ലൈക്ക് എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നോ പറയില്ല. സോ മോസ്റ്റ് ഓഫ് ദ വർക്ക് ദിൽ ഗീവ് ഇറ്റ് ടു മീ. ആൻഡ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ദിൽ ജസ്റ്റ് കോൾ മീ, എന്നിട്ട് പറയും ഇത് ചെയ്യണം അത് ചെയ്യണം. ആൻഡ് അതിനാ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു താങ്ക് യു പോലും പറയാതെ ആൻഡ് ദിൽ ബി ലൈക്ക് ടേക്കിംഗ് മീ ഫോർ ഗ്രാൻറ്റഡ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ലാസ്റ്റ് 34 years. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ EFT പഠിക്കുന്നതും എനർജി ഹീലിംഗ് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ. ആൻഡ് ദെൻ ഐ റിയലൈസ് ദാറ്റ് ഈ ഒരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇറ്റ്സ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡിൽ ഓൾ ദ പീപ്പിൾ ഇൻ മൈ ഹൗസ് വെയർ റേസിങ് മീ ആസ് എ ഗുഡ് ഗേൾ. അതായത് അവരെപ്പോഴും പറയും നീ കല്യാണം കഴിച്ചിട്ട് വേറൊരു വീട്ടിൽ പോകേണ്ട ഒരാളാണ്, അപ്പം യു ഹാവ് ടു ബി എ ഗുഡ് ഗേൾ. ഓക്കെ, എന്തുണ്ടെങ്കിലും നീ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ, നീ വേണം അവർ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ് എ വുമൻ ടു മേക്ക് എ ഫാമിലി ഓർ ബ്രേക്ക് എ ഫാമിലി. അപ്പം യു ഹാവ് ടു ഓൾവേസ് അഡ്ജസ്റ്റ്, യു ഹാവ് ടു ഓൾവേസ് കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടീഷൻ ചെയ്യായിരുന്നു. ആൻഡ് അൺനോയിങ്ലി ഐ സ്റ്റാർട്ടഡ് ആക്സെപ്റ്റിംഗ് ദാറ്റ്. ഓക്കെ, ഒരു കുടുംബത്തിലാകുമ്പം ഒരു വഴക്കുണ്ടാകുമ്പോൾ ഈവൻ ഡോ ദേ ആർ റോങ് ഐ ഹാവ് ടു കീപ് ക്വയറ്റ് സോ ദാറ്റ് ആ ഫാമിലി അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. എന്തെങ്കിലും ഇൻജസ്റ്റിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ സ്മോൾ ടോണ്ട് എനിക്കത് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വഴക്കിലായിരിക്കും എത്തുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ജസ്റ്റ് ഫൊഗെറ്റ് ഇറ്റ്. സാരില്ല, നീ എന്ത് പറഞ്ഞോളും, ഐ ഡോണ്ട് കെയർ എന്ന മട്ടിൽ ഞാൻ പോവായിരുന്നു. സോ ഇറ്റ് യൂസ് ടു ഹേർട്ട് മീ എ ലോട്ട്. എല്ലാ പ്രോസസ്സിലും ഞാൻ തന്നെയായിരുന്നു വിക്ടം ആകുന്നത് അൺനോയിങ്ലി. എപ്പോഴും ആൾക്കാർ എന്നോട് തന്നെ കാര്യങ്ങൾ ചോദിക്കുക, ആ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുകയില്ല. ആൻഡ് ഐ യൂസ് ടു ഫീൽ സോ സാഡ്. ബട്ട് inner child healing helped me to be confident in myself and also to heal all the past conditionings and limiting beliefs. And ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും എന്നോട് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ if I think it is a good thing, if I think that it is a match, then only I'll say yes. അല്ലെങ്കിൽ ഞാൻ നോ പറയും. ഈവൻ ഇഫ് ഇറ്റ് ഇസ് റിലേറ്റീവ്സ്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫ്രണ്ട്സ്, നോ പറയേണ്ട സമയത്ത് ഞാൻ നോ പറയുന്ന ചെയ്യും. And I'll not feel guilty. And I'll just respect my boundary and I'll protect my boundary. And this is a game changer in your life. When you do this inner child healing, a lot of changes is going to happen. I can guarantee that.